2025 Physics Advanced Paper question number 4 ആണ്. This is about consider a star of mass m2 kilogram revolving in a circular orbit around another star of mass m1 kilogram with m1 greater than m2. സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റാറുകളുണ്ട്. അതിലൊരു സ്റ്റാറിൻ്റെ മാസ് പിന്നെ m1 ആണ്. And the other mass is moving around it. m2 is moving around it. The heavier star slowly acquires mass from the lighter star. ഇതിലെ ലൈറ്റർ സ്റ്റാർ ആണ് m2. അതിൻ്റെ മാസിൽ നിന്ന് m1 അക്വയർ ചെയ്യുന്നു. ദറ്റ് മീൻസ് ഇവിടുന്ന് മാസ് ഇതിലോട്ട് വീഴുന്നു എന്നർത്ഥം. അങ്ങനെ വിചാരിക്കാം. ഇതെങ്ങനെ സംഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്, ഇങ്ങനെ വീഴുന്നു. അപ്പോൾ m1ൻ്റെ മാസ് കൂടും, m2ൻ്റെ മാസ് കുറയും. അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ആർ, അതായത് ആ മാസിൻ്റെ റേറ്റ് dm/dt ഈസ് ഗിവൺ ആസ് ഗാമ. വൺ ഈസ് ഗെയിനിങ് അനദർ ഈസ് ലൂസിങ്. ഇൻ ദിസ് ട്രാൻസ്ഫർ പ്രോസസ് ദർ ഈസ് നോ അതർ ലോസ് ഓഫ് മാസ്. വേറെ ഒരു രീതിയിലും മാസ് പോകുന്നില്ല. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് അല്ലേ, രണ്ട് സ്റ്റാറുകളുടെ സെൻറ്റർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ആ സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് ആയിരിക്കും. സോ ദ റേഡിയസ് ഈസ് ഓൾസോ ഗിവൺ. Then the relative rate of change 1/r dr/dt. 1/r dr/dt. dr/dt of course ഈ ഒരു പ്രോസസ്സിൽ റേഡിയസ്, ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസിൽ മാറ്റം വരുന്നുണ്ട്. അതിൻ്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നൗ ഇതിൽ ചെയ്യാവുന്നത്, ഈ മാസ് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വീഴുമ്പോഴേ ഡസ് ക്രിയേറ്റ് എനി ടോർക്ക്, അതൊരു ടോർക്ക് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് സെൻറ്റർ ഓഫ് ദ മോഷൻ, റൊട്ടേഷൻ. ഇറ്റ്സ് മൂവിങ് ലൈക്ക് ദിസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു m1 ദർ ഇസ് നോ ടോർക്ക്. m2 എക്സ്പീരിയൻസസ് നോ ടോർക്ക് വിത്ത് റെസ്പെക്ട് ടു m1. ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കണമല്ലോ. സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ ആംഗുലർ മൊമെൻറ്റം തിങ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർ ദ സർക്കുലർ മോഷൻ ഓഫ് m2 ഇറ്റ് നീഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mr omega square. m2r omega square should be provided by gravitational interaction gm1 m2 divided by r square. m2 cancel out. Omega square equal to, or rather directly omega equal to square root of gm1 divided by r cube. ഇതാണ് omega. Now what is angular momentum? Angular momentum L equal to m2r omega square, mr omega square. Angular momentum, not mr, it's mr square omega, m2r square omega. അതാണ് angular momentum. I into omega. m2 into r square into ഒമേഗയുടെ ഇക്വേഷൻ എഴുതാം റൂട്ട് g m1 divided by r cube. This will simplify into m2 r square can be taken inside the root, r raised to 4 by r cube ആയിരിക്കും. അപ്പോൾ കിട്ടുന്നത് g m1 into r. ഇതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ റിലേഷൻ. ഈ ഔട്ട് ഓഫ് ദിസ് നോക്കൂ, ഇതൊരു ഫംഗ്ഷൻ ഓഫ് ലോട്ട് ഓഫ് വേരിയബിൾസ് ആണ്. m2 വേരി ചെയ്യുന്നുണ്ട്, m1 വേരി ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ആസ് എ റിസൾട്ട് r ആൾസോ ഈസ് വേരിയിങ്. അപ്പോൾ ഇതിൽ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് ബെസ്റ്റ് മെത്തേഡ് വിൽ ഗോ ഫോർ ദ പാർഷ്യൽ തിങ്. ലോഗരിതം അപ്ലൈ ചെയ്യാം. log L equal to log m2 plus half of log g plus log m1 plus log r. Okay, now differentiate ചെയ്യാം. Okay, this will give you ഈ angular momentum is a constant. Torque 0 ആണ്, angular momentum constant ആണ്. Derivative in any respect is 0 equal to log m2 derivative 1 by m2 dm2 plus 1 by 2 bracket g is a constant 0 plus 1 by m1 dm1 plus 1 by r dr. ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടൈം ഏതാണ്? 1 by r dr by dt ആണ് വേണ്ടത്. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. multiply throughout, then take to the other side. അപ്പോൾ ഇങ്ങനെ കിട്ടും. This will give you 2
by m2 minus dm2 minus 1 by m1 dm1 equal to 1 by r dr. Look at this. ഇതിൽ നോക്കൂ, ഈ dm1 by m1 is a huge mass given. m1 is much larger than m2. അപ്പോൾ naturally ഈ ഒരു ratio must be very small because see ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം minus 2m2 dm2 by dt, and this dm2 by dt is your gamma, minus 1 by m1 dm1 by dt, that is also same gamma. One is gaining, other is losing, equal to 1 by r dr by dt, which is u, which is required. ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഈ ടേം നെഗ്ലിജിബിൾ ആയിരിക്കും because m1 is very high, so this can be neglected, and this dm2 by dt is nothing but your gamma. So finally we can get 1 by r dr by dt is equal to minus 2 gamma divided by m2. അതിൻ്റെ അർത്ഥം നമ്മുടെ ആൻസർ minus 2 gamma by m2, ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഗ്രാവിറ്റേഷണൽ മോഷൻ, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ടോർക്ക് 0 ആണ്. ദാറ്റ്സ് ദ പോയിന്റ്. താങ്ക് യു.